ഞാൻ എവിടെ നോണ പറയില്ല. പല ആൾക്കാരുടെ കൂടെ നിന്റെ പല മോശമായ വീഡിയോ കണ്ടാൽ അറച്ചു പോകുന്ന തരം വീഡിയോസ് കണ്ട വ്യക്തിയാണ് ഞാൻ. അത് കണ്ട വ്യക്തിയാണ് ആഷി. എന്നിട്ടാണ് നിന്റെ കയ്യിൽ നിന്ന് ആഷി തിരിച്ചു വന്നത്. അത് നീ മനസ്സിലാക്കി. കോടതിയില് ഒരു ഇത് കിട്ടും. കാരണം ഞാൻ സത്യമാണ്. അതുകൊണ്ട് കർമ്മ എന്ന സംഭവം ഉണ്ടെങ്കിൽ അത് തിരിച്ചു വന്നിരിക്കും. അത് തിരിച്ചു കിട്ടുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. പടച്ചോ ഈ ദുനിയാവിൽ എനിക്ക് നീതി കിട്ടില്ലെങ്കിൽ പടച്ചോന്റെ ദുനിയാവിൽ എനിക്ക് കോടതിയിൽ എനിക്ക് നീതി കിട്ടും തന്നെ ഞാൻ വിചാരിക്കുന്നത്. ഉമ്മ പറഞ്ഞ കള്ളത്തരങ്ങൾക്ക് ഇവിടെ ഇമ്മക്ക് ഇതാക്കിയെങ്കിലും നാളെ പടച്ചോന്റെ കോടതിയിൽ ഉമ്മ പറഞ്ഞ കള്ളത്തരങ്ങൾ പൊളിയും. അത് ഉമ്മ ആലോചിച്ച് തന്നെ. ഉമ്മ ഇതേപോലെ പറയണ്ടേ, നിസ്കാരം നിലവാരമുള്ള ഒരു ഉമ്മല്ലേ? എന്തിനാണ് ഉമ്മ അങ്ങനെ കള്ളത്തരങ്ങൾ പറയുന്നത്? എന്തൊക്കെ നോണ പറഞ്ഞു. ഇപ്പം പറഞ്ഞ നോണ കംപ്ലീറ്റ് അവരങ്ങോട്ട് പുറത്ത് പറഞ്ഞപ്പോ ഉമ്മ പറഞ്ഞത് നോണ. മടത്തുണ്ടാവുക ഞാൻ പറഞ്ഞ എന്തെങ്കിലും ചെറിയ മടത്തുണ്ടാവും. ഇവന് 100% അറിയാം. കാരണം ഇവൻ വൺ ടൈം ആയിട്ട് അയച്ചിട്ട് ഈ ഇത് എന്താ പറയാ, എന്നിട്ട് അപ്പൊ ഇവര് കാണുന്നതിന്റെ മുന്നേ ഡിലേറ്റ് ആക്കി കഴിഞ്ഞ പിന്നെ അവറ്റ കാണോ. അത് പാവം സാധുവാ, ഒരു സാധു സ്ത്രീയാ. അത് അതിന് ഈ പുറം ലോകം അറിയില്ല. അതിന്റെ മക്കള് അതിന്റെ കുട്ടികള് എന്നല്ലാതെ പുറം ലോകം അറിയാത്ത ഒരു കുടുംബം അല്ലാതെ ഒരു പുറം ലോകം അറിയാത്തൊരു ഒരു പാവ സ്ത്രീയാണ് അവന്റെ ഈ ആശയുടെ ഉമ്മ. കള്ളം പറഞ്ഞാൽ എന്താ പ്രശ്നം നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? ഇത് ഇന്നല്ലെങ്കിൽ നാളെ പഠിച്ചതിന് മുമ്പിൽ നിങ്ങൾ പറയേണ്ടി വരൂലേ? അത് നിങ്ങൾ ചിന്തിക്കുക. നിങ്ങൾക്ക് നിങ്ങളുടെ മകനെയാണ് വേണ്ടത് അല്ലെങ്കിൽ ഏതാണ് വേണ്ടത് എന്നുള്ളത് നിങ്ങൾ ആദ്യം ചിന്തിക്കുക. നിങ്ങളുടെ മകനെ നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ രീതിയിലേക്ക് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ വന്നിട്ട് ഈ ഫഹദിന്റെ ഭാഗം കേട്ടിട്ട് നന്ദിന്റെ ഭാഗം കേട്ടിട്ട് സ്വയം ബുദ്ധി മറന്ന് ഉമ്മ പറയല്ലേ ഉമ്മ. അത് തെറ്റാണ്. ആ പാവത്തിനെ വിളിച്ചോണ്ട് അതിനെ അനാവശ്യം വിളിച്ച് അത് അവരിന്നെ പറഞ്ഞു. അതെന്താ നിങ്ങൾ കേട്ടില്ലേ? ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല. ആ ഉമ്മ ഇനി എന്നെ സ്വീകരിക്കുന്ന തോന്നണില്ല. ആ അമ്മ ഒരു കാലത്ത് തന്നെ അല്ലെങ്കിൽ എന്റെ അവയവങ്ങൾ മുറിച്ചു കളയുന്നില്ല. ഞാൻ പെണ്ണാണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ഐഡന്റിറ്റി ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അതാണ്. ഞാൻ ട്രാൻസ് വുമണായിട്ട് ജീവിക്കുന്ന വ്യക്തിയാണെന്ന് എനിക്കറിയാൻ പറ്റും. അതിന് ഞാൻ എന്റെ അവയവങ്ങൾ മുറിച്ചു കളയുന്നില്ല. അറിയില്ലെങ്കിൽ അതിനെ കുറിച്ച് പഠിക്കാനൊരു കഴിവ് ഫഹദിന് ആദ്യം വരണം. നീ എന്നും തകരുന്ന ബന്ധമല്ല ഫഹദ്. ഇത് അത് ആദ്യം മനസ്സിലാക്കുക. എല്ലാ ജാസി എനിക്കിപ്പോ ഗർഭായി കഴിഞ്ഞാൽ ഏരുട്ടിയാ പ്രസവിക്കുക. കുടി കൂടിയല്ല തൊള്ളയിൽ കൂടിയ. ആണിനായിട്ട് കെട്ടിച്ചു കൊടുക്കുക. ആ അമ്മ സ്വീകരിച്ചു കഴിഞ്ഞാല് ആ അമ്മക്ക് കൂടെ പറപ്പുകളുണ്ട്. നാട്ടുപുറത്തുകാരവര് അവരുമാര് തമ്മാടിത്തരത്തിനൊന്നും കൂട്ടുവെക്കൂല. ഈ അന്നെ കളിപ്പിച്ചിട്ടല്ല അന്റെ മറ്റേ മുട്ടമണി പിടിച്ചാട്ടാനോ അതിനോ മണി പിടിച്ചാട്ടാൻ വേണ്ടിട്ടോ. പിന്നെ ഈ പറയുന്ന കേട്ടു ആശിക്ക് ഞാൻ മറ്റെന്താണ് ആശിയുടെ ഉമ്മാക്ക് ഞാൻ നല്ലൊരു മരുമോളായിരിക്കും. എനിക്ക് ഉമ്മാക്ക് നല്ലൊരു മരുമോൾ തന്നെ ആയിരിക്കും ഞാൻ. ഒരിക്കലും ഉണ്ടാവില്ല. എന്റെ മോൻ അത് എന്ന് ഒഴിവാക്കി ഇങ്ങോട്ട് വന്നാൽ ഞാൻ സ്വീകരിക്കാൻ തയ്യാറാണ്. അവന്റെ കൂടെ ജീവിക്കുകയാണെങ്കിൽ ഇതിനെ പറയണം നിങ്ങളുടെ മുമ്പിൽ. ഞാൻ മരിച്ചാലടക്കം പറയുന്നു എന്റെ മക്കളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. തൊഴിലുറപ്പിന് വല്ല പണിക്കും പോകും, വല്ല വാർക്ക പണിക്കും പോയാലും കിട്ടും പൈസ. എന്നിട്ട് ആ ഉമ്മാനെ നോക്കിയിട്ട് അന്റെ ഉമ്മാനെ നോക്കിയിട്ട് സുഖമായിട്ട് ജീവിക്കാൻ നോക്കും. ആ ചെക്കന്റെ പണിക്ക് വിട്. ആ ചെക്കൻ പോട്ടെ, അതിന്റെ ഉമ്മാരുടെ അടുത്ത് പോയിട്ട് അതിന്റെ ഉമ്മ അവനൊരു കുടുംബം ഉണ്ടാക്കട്ടെ, അവൻ കല്യാണം കഴിക്കട്ടെ, മക്കളാവട്ടെ, ഒരു സമാധാനത്തിൽ ജീവിക്കട്ടെ. ചെക്കൻ അതെന്തെങ്കിലും പണിക്ക് പോട്ടെ. ഇങ്ങനെ എത്തിയിട്ട് അതിന് മറ്റേ നാറാണത്ത് ഭ്രാന്തന്റെ മാതിരി ഒരു കണ്ണാടിയും വെപ്പിച്ചു കൊടുത്തിട്ട് ഇങ്ങനെ കൊണ്ടുവരും. എന്താ എന്റെ അവസ്ഥ?